വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. LDF-നെ പ്രശംസിച്ചും കോൺഗ്രസിനെയും BJP-യെയും അതിരൂക്ഷമായി വിമർശിച്ചും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. അയ്യപ്പ സംഗമത്തിൽ നിന്ന് UDF വിട്ടുനിന്നതിൽ അതൃപ്തി പരസ്യമാക്കിയ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും തുറന്നു പറയുകയാണ്. സുപ്രീം കോടതി വിധി എതിരായിരുന്നിട്ടും LDF സർക്കാർ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കാതെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തിയെന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരോ കോൺഗ്രസോ ശബരിമലയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് NSS ജനറൽ സെക്രട്ടറിയുടെ അതിരൂക്ഷമായ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ആ ഇന്റർവ്യൂ വായിച്ചു നോക്കിയാൽ അതിൽ എല്ലായിടത്തും ശബരിമല വിഷയത്തിൽ CPM-ഉം LDF-ഉം സ്വീകരിച്ച നിലപാടിനെ NSS അനുമോദിക്കുന്നു എന്ന രീതിയിലാണ്. അതായത് വേണമെങ്കിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇപ്പോഴും സ്ത്രീ പ്രവേശനം അവിടെ നടത്തുവാനായിട്ട് സർക്കാരിന് കഴിയും, പക്ഷേ സർക്കാർ അതിന് മുതിർന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഈ വിധി വന്ന സമയത്ത് NSS അതിരൂക്ഷമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നതാണ്. പക്ഷേ ഇപ്പോഴെന്താണ് ഇങ്ങനെയൊരു നിലപാട് മാറ്റം? മഞ്ജുഷ്, വളരെ പ്രസക്തമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ആഗോള അയ്യപ്പ സംഗമം, മുംബൈയിൽ നടന്ന അയ്യപ്പ സംഗമം, അതിന് ബദലായിട്ട് പിന്നീട് ഇന്നലെ പന്തളത്ത് നടന്ന സംഘപരിവാർ സംഘടനകളുടെ സംഭവം, ഇതിന് ശേഷം നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ ഇത്തരം ചില നിലപാടുകൾ എടുത്തിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം ഇടതുമുന്നണി സർക്കാരിനെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അവർക്ക് പിന്തുണ നൽകുന്നു എന്നതാണ് ഈ അഭിമുഖത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർത്തെടുക്കേണ്ടത്, ഈ ശബരിമല യുവതീ പ്രവേശന വിവാദ കാലത്ത് സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരുന്നതാണ് NSS. അതിനുശേഷം NSS ചില നിലപാടുകൾ മയപ്പെടുന്നു, അതല്ലെങ്കിൽ NSS-നെ ഒപ്പം നിർത്താൻ സർക്കാർ നീക്കങ്ങൾ നടത്തി എന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തകൾ. അത് സ്ഥിരീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായർ ഈ അഭിമുഖത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുകൾ വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോൾ NSS നിലപാട് എടുത്തിരിക്കുന്നത്. അതായത് വേണമെങ്കിൽ, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ, വേണമെങ്കിൽ ഈ യുവതികളെ വീണ്ടും ശബരിമലയിൽ സർക്കാരിന് പ്രവേശിപ്പിക്കാമായിരുന്നു, പക്ഷേ അതിന് തയ്യാറായിട്ടില്ല. അതിനർത്ഥം അവർ നിലപാട് മാറ്റി എന്ന് തന്നെയാണ്. ഈ നിലപാട് മാറ്റിയ കാര്യം സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സുകുമാരൻ നായർ പറയുന്നത്. അതായത് ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന ഉറപ്പാണ് ഉണ്ടായിരിക്കുന്നത്. VN വാസവൻ, മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് VN വാസവൻ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് സുകുമാരൻ നായർ പറയുന്ന കാര്യം. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമത്തിലും ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇതിൽ ഇടതുമുന്നണി അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറം, അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നതിനപ്പുറം, കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ കൂടി ഇക്കാര്യത്തിൽ സുകുമാരൻ നായർ ശ്രമിച്ചിട്ടുണ്ട് ഈ അഭിമുഖത്തിൽ എന്നതാണ് ശ്രദ്ധേയം. അതായത് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന് രാഷ്ട്രീയ കാരണങ്ങൾ മൂലമാണ് ഈ നേരത്തെ ഉണ്ടായ യുവതീ പ്രവേശന വിവാദ കാലത്തടക്കം കോൺഗ്രസ് അടക്കം ഇതിൻ്റെ സമരത്തിനൊപ്പം ചേർന്നത് NSS രംഗത്തെത്തിയതിന് ശേഷം മാത്രമാണ്, അതിനുശേഷം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഹിന്ദു വോട്ടുകളോട് കോൺഗ്രസിന് താല്പര്യമില്ല, അവർക്ക് മൈനോറിറ്റി വോട്ടുകളോടാവാം ഒരു പക്ഷേ താല്പര്യം എന്ന നിലപാടാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ നിലപാടെടുത്തിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. മാത്രമല്ല, അയ്യപ്പ സംഗമത്തിൽ, പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ NSS തീരുമാനിച്ചത് അത് ആലോചിച്ചുറച്ച ഒരു നിലപാട് തന്നെയാണ്. മന്ത്രി VN വാസവൻ വഴി മുഖ്യമന്ത്രി കൃത്യമായിട്ട് എന്താണോ സർക്കാരിന്റെ സ്റ്റാൻഡ് അത് അറിയിച്ചിട്ടുണ്ട് എന്നാണല്ലോ G. സുകുമാരൻ നായർ പറയുന്നത്. അതായത് യുവതീ പ്രവേശന വിഷയം ഇനി സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത തന്നിട്ടുണ്ട്. അത് NSS-നെ അറിയിച്ചിട്ടുണ്ട്. അത് യുവതീ പ്രവേശനത്തിനെതിരായിട്ട് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ NSS വഴങ്ങിയിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇപ്പോഴും വെളിയിലെ കാര്യം പറയുന്നില്ല, എന്തായിരിക്കും സുപ്രീം കോടതിയിൽ എടുക്കാൻ പോകുന്ന നിലപാടെന്ന്. പക്ഷേ കൃത്യമായിട്ട് സുകുമാരൻ നായർ ഇത് പറയുമ്പോൾ സർക്കാരിൻ്റെ നിലപാടും ഇവിടെ വ്യക്തമാവുകയാണല്ലോ. ഇനി അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിന് ഉണ്ടാവുകയില്ല. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണമെന്ന് സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത് NSS-നെ അറിയിച്ചിട്ടുണ്ട്. അത് സുകുമാരൻ നായർ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഇത് പ്രായശ്ചിത്തമായി കണക്കിലെടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, പഴയ ഒരു തെറ്റ് തിരുത്തുന്നത് അത് ആ രീതിയിൽ കാണേണ്ടതില്ല, പക്ഷേ അതൊരു അഭിനന്ദനാർഹമായ ഒരു നിലപാടാണെന്ന്.
അതെ, മഞ്ജുഷ, എനിക്ക് ഓർത്തെടുക്കാനാവുന്നത് മഞ്ജുഷ തന്നെ വി എൻ വാസവൻ നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് NSS എന്തെങ്കിലും ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത്. പക്ഷേ സുകുമാരൻ നായർ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു, ഉറപ്പുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്, അത് വി എൻ വാസവൻ തന്നെയാണ് ഉറപ്പ് നൽകിയെന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ട്. ആ ഉറപ്പുകൾ എങ്ങനെയാണ്? അവിടെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതെന്തായാലും സർക്കാർ തുറന്ന് പുറത്തേക്ക് പറയാൻ പോകുന്നില്ല. പക്ഷേ NSSന് ആ നിലപാട്, അതിൻ്റെ ഉറപ്പിൽ തന്നെയാണ് NSS ഒപ്പം ചേരുന്നത്. അതായത് NSSും ഇടതുമുന്നണിയും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുണ്ടായിരുന്ന ആ ഭിന്നതയ്ക്കൊരു പരിഹാരം ഉണ്ടായി, മഞ്ഞുരുക്കൽ ഉണ്ടായി. അത് ആഗോള അയ്യപ്പ സംഗമം എന്ന വിഷയത്തിൽ മാത്രമല്ല, അല്ലാതെ തന്നെ അതിന് ചില പരിഹാര നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു എന്നതുകൂടിയാണ് സുകുമാരൻ നായരുടെ വാക്കുകളുള്ളത്. അതാവാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടെ ഈ വാക്കുകൾക്ക് കാരണം. ഇന്നലെ പന്തളത്ത് നടന്ന ഈ അയ്യപ്പ ബദൽ സംഗമത്തിന് ശേഷം നൽകിയ അഭിമുഖത്തിൽ കൂടിയാണ് ഇത്തരം നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. 2019 സ്വീകരിച്ച നിലപാടിൽ നിന്ന് NSS മാറിയിരിക്കുകയാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ജി സുകുമാരൻ നായർ നൽകിയിരിക്കുന്ന അഭിമുഖം. അതായത് NSSന്റെ സ്റ്റാൻഡ് എന്താണ് ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടിനോടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. സഹിത്ത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, 2018-2019 കാലഘട്ടത്തിൽ NSS അതിശക്തമായ നിലപാടാണ് സർക്കാരിനെതിരെ സ്വീകരിച്ചത്. അത് സ്വാഭാവികമായിട്ടും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഈ NSSനോട് മാത്രമല്ല, SNDP പോലെയുള്ള സംഘടനകളോടും ഒക്കെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ ഇപ്പോൾ 2019 നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രധാനമാണല്ലോ. നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന പേരിൽ കൂടെ നിർത്തിയ സംഘടനകളെ ഇനി എന്തു പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ആശ്വസിപ്പിക്കുവാൻ കഴിയും? ഇവിടെ NSS ജനറൽ സെക്രട്ടറി ഞങ്ങൾക്കിങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ KPMSനെ പോലെയുള്ള സംഘടനകളെ ഏത് രീതിയിൽ സർക്കാരിന് ഇനി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും? അവർ ഇങ്ങനെ ഈ യുവതീ പ്രവേശനത്തിന് എതിരായിട്ട് സർക്കാർ നിലപാട് സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ രംഗത്തെത്തിയതാണ്. അത് ശരിയല്ല, നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനെതിരെയാണ് സർക്കാർ നിലപാടെടുക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ അവിടെയും സർക്കാർ ഒന്നും മിണ്ടാതെ ഒഴുക്കൻ മട്ടിൽ പോയ സമയത്താണ് KPMS സഹകരിക്കാൻ തയ്യാറായത് പമ്പയിലെ അയ്യപ്പ സംഗമത്തോട്. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ KPMSനെ പോലെയുള്ള സംഘടനകളെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനൊപ്പം നിന്ന സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ ഏത് രീതിയിൽ ആശ്വസിപ്പിക്കുവാൻ കഴിയും സർക്കാരിന്? മഞ്ജുഷ, ഇതിൽ എല്ലാ കക്ഷികൾക്കും വിഷയം രാഷ്ട്രീയമാണ്, അത് വ്യക്തമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പിന്തുണകൾ വേണം. അതിൽ പ്രബല ഗ്രൂപ്പുകളുടെ പിന്തുണ തേടാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു. അതിൽ ഇടതുമുന്നണി കണ്ടിരിക്കുന്ന ഒരു സാധ്യതയാണ് ആഗോള അയ്യപ്പ സംഗമം. അതിൽ ശബരിമല വിഷയത്തിൽ എടുത്തിരുന്ന മുൻ നിലപാടുകളിൽ ഒരു തിരുത്തൽ വരുത്തുന്നു, തങ്ങൾ നിലപാട് മാറ്റി എന്ന കാര്യം തുറന്നു പറയാനുള്ള ഒരു അവസരമൊരുക്കുന്നു. NSS അടക്കമുള്ളവരെ ഒപ്പം നിർത്തുന്നതോടുകൂടി ആ അകൽച്ചയുണ്ടായ ആളുകളെ അടുപ്പിച്ച് നിർത്തുക, ഇതാണ് ലക്ഷ്യമിട്ടത്. അതുതന്നെയാണ് ലക്ഷ്യം. ഒരുപക്ഷെ മറ്റു ചില നഷ്ടങ്ങൾ ഉണ്ടായാലും NSSുമായി അടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് രാഷ്ട്രീയ സാധ്യത എന്ന തിരിച്ചറിവിലാവാം ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെയും സർക്കാരിൻ്റെയും നീക്കം. അതുതന്നെ വേണം നമുക്ക് അക്കാര്യത്തിൽ കാണാൻ. എന്തായാലും ഈ വിഷയത്തിൽ NSSനെ ഒപ്പം നിർത്തുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ മേൽക്കൈ ഇക്കാര്യത്തിൽ തങ്ങൾക്കുണ്ടാകും എന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കാം. വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയത് പോലും മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ്. അതുണ്ടാക്കിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് സർക്കാരിൻ്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു പരിവേഷം ഇപ്പോൾ കൈവന്നതിന് ശേഷമാണ് ഈ സുകുമാരൻ നായരുടെ വാക്കുകൾ എന്നതുകൂടിയാണ് ശ്രദ്ധേയം. പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, NSSന് ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ സ്വാഭാവികമായും SNDPക്കും അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, വെള്ളാപ്പള്ളിക്കും അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അന്ന് SNDP സ്വീകരിച്ചിരുന്ന നിലപാട് സർക്കാരിന് സുപ്രീം കോടതി വിധി നടപ്പാക്കുവാനുള്ള ബാധ്യതയുണ്ട്, പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നാണ്. രണ്ട് തരത്തിലും SNDP ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരുന്നു. ഒന്ന്, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം, രണ്ട്, നവോത്ഥാന മൂല്യങ്ങളും സംരക്ഷിക്കണമെന്ന്. അപ്പോൾ SNDPക്കും ആ രീതിയിലുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ RV ബാബു, NSSന്റെ ഈ നിലപാടിനെ എങ്ങനെ കാണുന്നു? LDF സർക്കാരിനൊപ്പം പൂർണ്ണമായിട്ടും ഒരു പിന്തുണ നൽകുന്നു എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം സ്ത്രീ പ്രവേശന വിഷയത്തിൽ, ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ശരി എന്ന് പറയുകയാണ് NSS ജനറൽ സെക്രട്ടറി. അതേസമയത്ത് തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കും ഇക്കാര്യത്തിൽ നല്ല നിലപാടില്ല, അതായത് അവരുടെ നിലപാട് ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ. ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിലായിരിക്കണം. ഞാൻ ആ പ്രതികരണം കണ്ടില്ല, അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ ഞാൻ വായിച്ചില്ല.
നിങ്ങൾ ഈ പറയുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ എന്റെ പ്രതികരണം നടത്തുന്നത്. അപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിനോ ബേസ് ചെയ്തിട്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ